അപ്പോ ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം അല്ലേ? ആമസോൺ കാടുകളിലെ ഇരുണ്ടതും ചെളി നിറഞ്ഞതുമായ അരുവികളുടെ ആഴങ്ങളിലേക്കൊന്ന് പോയാലോ? അവിടെ ആരും കാണാതെ പതുങ്ങിയിരിക്കുന്ന ഒരു വമ്പൻ വേട്ടക്കാരനുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ യാത്രയിൽ ഇന്റർനെറ്റിൽ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞതും പിൻ ചെയ്തു വെച്ചതുമായ ഗ്രീൻ അനാക്കോണ്ടയെക്കുറിച്ചുള്ള ആദ്യത്തെ 5 ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു സാധാരണ പ്രകൃതി പഠനമൊന്നും അല്ലാട്ടോ. ആമസോണിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്കുള്ള ഒരു ത്രില്ലിംഗ് യാത്രയാണ്. മനുഷ്യർ ആദ്യമായി ഈ ഭീമൻ പാമ്പിനെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് തൊട്ട് ഇതിന് കിട്ടിയ പേരുകൾ കേട്ടാൽ തന്നെ നമ്മൾ ശരിക്കും ഞെട്ടും. പ്രാദേശികമായി ആനയെക്കൊയറ, അതായത് ആനകളെ കൊല്ലുന്നവൻ എന്നും, സ്പാനിഷിൽ മാറ്റഡോറോ അഥവാ കാളകളെ കൊല്ലുന്നവൻ എന്നുമാണ് ഇവ വിളിക്കുന്നത്. വെറുതെയല്ല ഈ പേരുകൾ. ഇവയുടെ ആ ഒരു അസാമാന്യ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ഈ പേരുകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലേ? ഈ ഭീമന്മാരുടെ സ്വന്തം സാമ്രാജ്യം എത്രത്തോളം പരന്നുകിടക്കുന്നുണ്ടെന്ന് നോക്കൂ. തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളും ചതുപ്പുനിലങ്ങളുമൊക്കെയാണ് ഇവരുടെ ശരിക്കുമുള്ള കോട്ടകൾ. ആമസോൺ, ഒരിനോക്കോ നദീതടങ്ങളിലൊക്കെ ശരിക്കും ഇവർ തന്നെയാണ് രാജാക്കന്മാർ. അപ്പോ നമ്മുടെ കൗണ്ട്ഡൗൺ 5ാമത്തെ വിവരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വാട്ടർ ബോവ. കരയിൽ വളരെ പതുക്കെ മാത്രമെഴയുന്ന ഈ ഭീമൻ വെള്ളത്തിനടിയിൽ എങ്ങനെ ഒരു അദൃശ്യനായ സൂപ്പർ ഹണ്ടറായി മാറുന്നു എന്ന് നോക്കാം. ഇവിടെ പ്രകൃതി ഇവരെ എത്ര സ്മാർട്ടായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നറിയാമോ? ഇവരുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ ബ്രില്ലേ എന്ന് വിളിക്കുന്ന സുതാര്യമായ ഒരു നേർത്ത ആവരണമുണ്ട്. അതെ, ഒരുതരം നാച്ചുറൽ സ്വിമ്മിംഗ് ഗ്ലാസ്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുമ്പോഴും കണ്ണുകൾ തുറന്നുപിടിച്ച് ഇരയെ വളരെ വ്യക്തമായി കാണാൻ ഇതുവരെ സഹായിക്കുന്നു. വമ്പൻ ശരീരഭാരം ഒന്നും വെള്ളത്തിലൊരു പ്രശ്നമേ അല്ല. അവിടെ ഇവർ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അദൃശ്യരായ കൊലയാളികളാണ്. വെള്ളത്തിനടിയിലെ ഈ ഒറ്റയാൻ ജീവിതത്തിൽ നിന്ന് മാറി ഇനി നമ്മൾ 4ാമത്തെ വിവരത്തിലേക്ക് കടക്കുകയാണ്. പ്രജനന പന്ത് അല്ലെങ്കിൽ ദ ബ്രീഡിംഗ് ബോൾ. അനാക്കൊണ്ടകളുടെ ലോകത്ത് ഇണചേരലെന്നു പറയുന്നത് അത്ര സിമ്പിളായ ഒരു കാര്യമല്ല കേട്ടോ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. ഭീമാകാരനായ ഒരു പെൺപാമ്പ്, അവൾക്ക് ചുറ്റുമായി ഇണചേരാൻ മത്സരിക്കുന്ന 10ഓ 12ഓ ആൺപാമ്പുകൾ. ഇവരെല്ലാം കൂടെ കെട്ടുപിണഞ്ഞ് ഒരു വലിയ പന്ത് പോലെയുള്ള രൂപമായി മാറും. വിശ്വസിക്കാൻ കുറച്ചു പാടായിരിക്കും. എന്നാലും ഈ വിചിത്രമായ പോരാട്ടം ചിലപ്പോൾ 2-3 ആഴ്ചകൾ വരെ, അതായത് ആഴ്ചകളോളം നീണ്ടുനിൽക്കും. എങ്ങനെയുണ്ട്? ഇതിൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പെൺ അനാക്കൊണ്ടകളുടെ ത്യാഗം സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമാണ്. ഗർഭകാലത്ത്, അതായത് ഏതാണ്ട് 7 മാസത്തോളം ഇവ ഇരതേടാൻ പോലും പോകാതെ പട്ടിണി കിടക്കും. സ്വന്തം ശരീരഭാരത്തിന്റെ നേർപകുതിയും നഷ്ടപ്പെടുത്തിയാണ് അവ ജീവനുള്ള 20ഓ 40ഓ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. അതെ, മുട്ടകൾ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളായാണ് അവ പുറത്തുവരുന്നത്. ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വലുതാകുന്നതോടെ അവർ അതിജീവനത്തിന്റെ പുതിയ തന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും. അതാണ് നമ്മളെ 3ാമത്തെ വിവരത്തിലേക്ക് എത്തിക്കുന്നത്: നിശബ്ദമായ ആക്രമണം. ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ അനാക്കൊണ്ട ശരിക്കും ഭയപ്പെടുത്തുന്നത് ഇവിടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചെള്ളി നിറഞ്ഞ വെള്ളത്തിൽ കണ്ണും മൂക്കും മാത്രം പുറത്തു കാണിച്ച് ശ്വാസമടക്കി ഒളിച്ചിരിക്കുന്ന അനാക്കൊണ്ട തന്റെ ഇരയുടെ വരവ് എങ്ങനെയായിരിക്കും കൃത്യമായി അറിയുന്നത്? ഉത്തരം ലളിതമാണ്. ഇവരുടെ 2ആയി പിളർന്ന നാവും വായിലുള്ള ജാക്കബ്സൺസ് എന്ന പ്രത്യേക അവയവവും ഒരുമിച്ച് പ്രവർത്തിക്കും. ചുറ്റുപാടുമുള്ള വായുവിലെയും വെള്ളത്തിലെയും നേരിയ ഗന്ധം പോലും തിരിച്ചറിഞ്ഞ് ഇര എവിടെയാണെന്ന് അവ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യും. ശരിക്കും ഒരു ബിൽറ്റ് ഇൻ റഡാർ സിസ്റ്റം പോലെ. ഇനി ഈ നിശബ്ദമായ കാത്തിരിപ്പ് എങ്ങനെയാണ് പെട്ടെന്നൊരു മാരകമായ ആക്രമണമായി മാറുന്നതെന്ന് നോക്കാം. അനാക്കൊണ്ടകൾക്ക് വിഷമില്ലെന്ന് നമുക്കറിയാം. വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ പെട്ടെന്ന് ആക്രമിക്കുകയും പിന്നിലേക്ക് വളഞ്ഞു നിൽക്കുന്ന 6 നിര പല്ലുകൾ ഉപയോഗിച്ചവയെ ശക്തമായി കടിച്ചുപിടിക്കുകയും ചെയ്യും. ഈ പല്ലുരളിൽപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടുക അസാധ്യമാണ്. പിന്നെ സ്വന്തം ശരീരത്തിലെ കരുത്തുറ്റ പേശികൾ ഉപയോഗിച്ച് ഇരയെ വരിഞ്ഞുമുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലും. ഇര ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഇവ പിടി ഒന്നുകൂടി മുറുക്കും. ചിന്തിക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ടല്ലേ? ആ വരിഞ്ഞുമുറുക്കളിന്റെ പിന്നിലെ കരുത്ത് നമ്മളെ 2ാമത്തെ വിവരത്തിലേക്കെത്തിക്കുന്നു: സമാനതകളില്ലാത്ത ഭാരം. പ്രകൃതിസ്നേഹികളുടെ ഇടയിലെ ഏറ്റവും വലിയൊരു തർക്കവിഷയമാണ് കേട്ടോ ഇത്: വലിപ്പവും ഭാരവും. അപ്പോ ഇവിടത്തെ മെയിൻ പോയിന്റ് ഇതാണ്. ഏഷ്യയിൽ കാണപ്പെടുന്ന റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ആയിരിക്കാം ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാമ്പ്. അവ ചിലപ്പോൾ 30 അടിയോളം നീളത്തിൽ വളർന്നേക്കാം. എന്നാൽ നമ്മുടെ ഗ്രീൻ അനാക്കൊണ്ടയുടെ ശരീരത്തിന്റെ വണ്ണവും ഭാരവും വെച്ചു നോക്കുമ്പോൾ പൈത്തനേക്കാൾ ഇരട്ടി ഭാരം ഇവർക്കുണ്ടാകും. ഏതാണ്ട് 550 പൗണ്ട് വരെ.
കാട്ടിലെ യഥാർത്ഥ രാജാവും ഏറ്റവും ഭാരമുള്ള പാമ്പും ഗ്രീൻ അനക്കൊണ്ട തന്നെയാണെന്ന് ഇത് അസന്ദിഗ്ധമായി തെളിയിക്കുന്നു. ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒടുവിൽ നമ്മൾ ഒന്നാമത്തെ വിവരത്തിലെത്തി നിൽക്കുകയാണ്: ഭീമന്മാരെ വിഴുങ്ങുന്നത്. ഈ വമ്പൻ വേട്ടക്കാരൻ ഇരയെ പിടികൂടിയതിനുശേഷം ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ യാത്രയിലെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ കാര്യമാണത്. നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? ഈ ഭീമൻ പാമ്പിന് അതിന്റെ വായ എത്രത്തോളം തുറക്കാൻ കഴിയുമെന്ന്? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും സത്യമാണ്. ഒരു അനാക്കോണ്ടയ്ക്ക് അതിന്റെ വായ 150 ഡിഗ്രി വരെ തുറക്കാൻ കഴിയും. താടിയെല്ലുകളിലെ ക്വാഡ്രറ്റ് എന്ന് വിളിക്കുന്ന പ്രത്യേകതരം അസ്ഥികളാണ് ഇവയ്ക്ക് ഈ സൂപ്പർ പവർ നൽകുന്നത്. ഇതുപയോഗിച്ച് സ്വന്തം തലയേക്കാൾ എത്രയോ മടങ്ങു വലിയ മൃഗങ്ങളെ വിഴുങ്ങാൻ ഇവയ്ക്ക് സാധിക്കും. തെക്കേ അമേരിക്കയിലെ വലിയ എലികളായ കാപ്പിബാര, മുതലയുമായി സാമ്യമുള്ള കേയ്മൻ, എന്തിന് ഭയപ്പെടുത്തുന്ന ജാഗ്വറുകളെപ്പോലും ഇവ ഒറ്റയടിക്ക് വിഴുങ്ങും. ഇലാസ്റ്റിക് പോലെയുള്ള താടിയെല്ലുകൾ ഇതിനിവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ അവിടെ തീരുന്നില്ല. ഇങ്ങനെ വലിയൊരു ഇരയെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വേണ്ടി ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം ഇവ അനങ്ങാതെ കിടന്നുറങ്ങും. അതാണ് ഇവരുടെ രീതി. ഇത്രയൊക്കെ അവിശ്വസനീയമായ ശക്തിയും വലിപ്പവുമൊക്കെ ഉണ്ടായിട്ടും പ്രകൃതിയിലെ ഈ ഭീമന്മാർ തീർത്തും സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാട്ടിൽ വെറും 10 വർഷം മാത്രമാണിവരുടെ ശരാശരി ആയുസ്. മാത്രമല്ല, മനുഷ്യരവയുടെ ആവാസവ്യവസ്ഥ ദിനംപ്രതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്: മനുഷ്യന്റെ ഈ കടന്നുകയറ്റങ്ങൾക്കിടയിൽ ആനകളെ കൊല്ലുന്നവനെന്ന് പേരുള്ള ഈ വിസ്മയജീവിക്ക് ഇനിയും എത്ര കാലം ഈ ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയും? തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. കൂടുതൽ വിസ്മയകരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.